അപ്പോൾ ഗുഡ് മോർണിംഗ്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് നമ്മുടെ ടോപ്പോളജി ആൻഡ് ഫങ്ഷണൽ അനാലിസിസിൻ്റെ ഇന്നലെ നമ്മൾ മൊഡ്യൂൾ 1 മെട്രിക് ടോപ്പോളജി കംപ്ലീറ്റ് കോൺസെപ്റ്റ് പറഞ്ഞിരുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പ്രീവിയസ് ഇയർ ചോദിച്ച ക്വസ്റ്റ്യൻസും അതോടൊപ്പം തന്നെ വരാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസും അതുപോലെ കോൺസെപ്റ്റ് എത്രമാത്രം മനസ്സിലാക്കി എന്ന ടൈപ്പ് ക്വസ്റ്റ്യൻസുമാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഒരു കാര്യം ഓർക്കുക, നമ്മൾ ഇന്നലെ പോസ്റ്റ് ചെയ്ത വീഡിയോ കണ്ടിട്ട് വേണം ഇത് കാണാനായിട്ട്, അല്ലെങ്കിൽ നമ്മുടെ കിളി പോയ മട്ടിരിക്കും. ഓക്കെ, അപ്പോൾ അത് കംപ്ലീറ്റ് ആയിട്ട് കണ്ടിട്ട് വേണം ഇത് കാണാനായിട്ട്. എന്നാലേ നമുക്ക് എത്രമാത്രം നമുക്ക് മനസ്സിലായി അല്ലെങ്കിൽ എത്രമാത്രം നമ്മൾ പഠിച്ചു എന്നുള്ള കാര്യം മനസ്സിലാക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഇത് കഴിഞ്ഞാൽ നമുക്ക് ഇനിയുള്ള ദിവസങ്ങളിൽ മോക്ക് ടെസ്റ്റ് നമുക്ക് നടത്താം. അതായത് ഓരോ ദിവസവും ഈ മൊഡ്യൂൾ 1 പ്രീവിയസ് ഇയർ ചോദിച്ച എല്ലാ ക്വസ്റ്റ്യൻസും ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ വീക്ക് നമുക്ക് ഓരോ മോക്ക് ടെസ്റ്റ് നടത്താം. അപ്പോൾ അതിന് മുന്നായിട്ട് നമ്മൾ ഈ പ്രീവിയസ് ഇയർ ഡിസ്കഷൻ ഈ ഒരു ക്ലാസ് കാണണം. അതുപോലെ തന്നെ ഇന്നലെ ഇട്ട കോൺസെപ്റ്റ് വെച്ചുകൊണ്ടുള്ള ക്ലാസ് കണ്ടാലാണ് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോയാലോ? അപ്പോൾ ഇവിടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, എ ഫംഗ്ഷൻ ഡി from x cross x to r is a metric if it satisfies which condition for all x, y, z element of z. അതായത് ഒരു ഡി അല്ലെങ്കിൽ ഒരു നിയമം, അതൊരു നിയമം ആവണമെങ്കിൽ അത് കുറച്ച് കാര്യങ്ങളൊക്കെ അത് ഫോളോ ചെയ്യണം. ഇപ്പോൾ ഒരു നിയമം നമ്മുടെ ഇന്ത്യയിൽ ഇറങ്ങുകയാണെങ്കിൽ ചുമ്മാ അങ്ങടേക്ക് ഇറങ്ങാൻ പറ്റുമോ? ഇല്ല. അതിൻ്റെ പുറകെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ സാറ്റിസ്ഫൈ ചെയ്താലാണ് ഓർഡറായിട്ട് അല്ലെങ്കിൽ ഒരു റൈറ്റായിട്ടൊക്കെ ഇറങ്ങുള്ളൂ. അതുപോലെ തന്നെയാണ് നമ്മുടെ മെട്രിക് എന്നൊരു പദവി കിട്ടണമെങ്കിൽ അത് കുറച്ച് റൂൾസ് ഫോളോ ചെയ്യണം. അപ്പോൾ ആ റൂൾസാണ് ഫസ്റ്റ് വൺ, ഡി ഓഫ് എക്സ് വൈ ഈക്വൽ ടു ഡി ഓഫ് വൈ എക്സ്. അതായത് വേറൊന്നുമില്ല, നമ്മുടെ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എറണാകുളം ടു കോട്ടയം വരെയുള്ള ഡിസ്റ്റൻസും കോട്ടയം ടു എറണാകുളം വരെയുള്ള ഡിസ്റ്റൻസും സെയിം ആയിരിക്കത്തില്ലേ? അതേ ഇവിടെ പറയുന്നുള്ളൂ, ഓപ്ഷൻ എയിൽ. ക്ലിയർ ആണോ? ഇനിയിപ്പോൾ ഡിസ്റ്റൻസ്, അതായത് എക്സും വൈയും തമ്മിലുള്ള ഡിസ്റ്റൻസ് 0 ആണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ? എക്സും വൈയും ഈക്വലാന്നല്ലേ അതിൻ്റെ അർത്ഥം. അപ്പോൾ ഇതും സാറ്റിസ്ഫൈ ചെയ്യണേ. ഇനി മൂന്നാമത്തെ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ കോട്ടപ്പിടിയിൽ നിന്ന് ഇപ്പോൾ നമുക്ക് എറണാകുളം വരെ പോകണമെങ്കിൽ നമുക്ക് ഡയറക്റ്റ്ലി നമുക്ക് പോവാം. പകരം കോട്ടപ്പിടിയിൽ നിന്ന് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഈ പ്ലേസിൽ നിന്ന് ഈ പ്ലേസിൽ നിന്ന് ഈ പ്ലേസിലേക്ക് പോകണമെങ്കിൽ നമുക്ക് ഡയറക്റ്റ്ലി ഇങ്ങനെ പോവാം. വേറെ രീതിയിൽ എങ്ങനെ പോവാം? നമുക്ക് വേണേൽ കോട്ടപ്പിടിയിൽ നിന്ന് കോതമംഗലം ചെന്നിട്ട് കോതമംഗലത്ത് നിന്ന് മൂവാറ്റുപുഴ ചെന്നിട്ട് അങ്ങനെ പോവാം. ഓക്കെ, ചുറ്റിക്കറങ്ങി പോവാം. അപ്പോൾ എങ്ങനെ വന്നാലും ഈ ഡിസ്റ്റൻസിലെ ചെറുത്? അതാണ് ഇവിടെ പറയുന്നുള്ളൂ, ഡി ഓഫ് എക്സ് വൈ. ഇത് നമ്മുടെ കോട്ടപ്പടി, ഇത് നമ്മുടെ എറണാകുളം, ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഡി ഓഫ് എക്സ് സെഡ്. ഇത് നമ്മുടെ ഫോർ എക്സാമ്പിൾ കോതമംഗലമാണെന്ന് വിചാരിച്ചോ. കോട്ടപ്പടി, കോതമംഗലം, എറണാകുളം. ഓക്കെ, അപ്പോൾ ഈ 3 കാര്യങ്ങൾ, അതായത് മെട്രിക് ആവുന്നൊരു പദവി കിട്ടണമെങ്കിൽ ഈ 3 കാര്യങ്ങൾ ഫോളോ ചെയ്തേ പറ്റൂ. അപ്പോൾ ഇതുവഴി മനസ്സിലാക്കി വയ്ക്കാം. ക്ലിയർ ആലോ? ഇനിയിപ്പോൾ എന്തായാലും എല്ലാ വർഷവും നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നൊരു സാധനമാണ്, അതായത് ഒരു മെട്രിക് അതായത് ഒരു റൂള് തന്നിട്ട് ഇത് മെട്രിക് ആണോ മെട്രിക് അല്ലയോ
എന്ന് എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും കാണുന്നതാണ്. അപ്പം നമ്മൾ നോർമലി എന്താ ഈ പറയുന്ന ഈ 3 കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യണ്ടോയെന്ന് നോക്കിപ്പോവും. പക്ഷെ അതിൻ്റെ ആവശ്യമില്ല. നമുക്കൊരു സിമ്പിൾ ട്രിക്ക് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് നോക്കാം. അതിൻ്റെ പ്രോബ്ലംസ് വരുന്നുണ്ട്, അത് നമുക്ക് ഡിസ്കസ് ചെയ്യാവേ. ഇനി അപ്പോൾ ആൻസർ കിട്ടിയല്ലോ, ഓൾ ഓഫ് ദി എബോ. ഇനിയത്തെ ക്വസ്റ്റ്യൻസ് നിങ്ങൾ പറയണേ. ഇതിനിപ്പോൾ നമ്മുടെ കോൺസെപ്റ്റ് പഠിച്ചതിൽ നിന്ന് വന്ന ക്വസ്റ്റ്യനാണ്, എന്തായാലും ആൻസർ ചെയ്യണേ. ഇൻ a discrete metric space, the distance d of xy is defined as. നമ്മൾ പറഞ്ഞു ഡിസ്ക്രീറ്റ് മെട്രിക് സ്പേസിലെ ഡി ഓഫ് എക്സ് വൈ എന്ന് പറയുന്നത് എന്താണ്, അല്ലെങ്കിൽ അവരുടെ നിയമം എന്താണ്? എല്ലാവരും ഒന്ന് ആൻസർ പറഞ്ഞേ. ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. 0 if x equal to y and 1 if x not equal to y. ഓക്കെ, ഇനി ഇതും നമ്മൾ പഠിച്ച ക്വസ്റ്റ്യൻ, അതായത് കോൺസെപ്റ്റിൽ നിന്ന് വന്നേക്കുന്നൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഞാനിവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, പകരം ഡിഫറെൻ്റ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് ആണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നോക്കിക്കേ, ദ സുപ്രീമം മെട്രിക് ഓൺ C of AB measures the distance between two functions f and g as. വേറൊന്നും നോക്കണ്ട, സുപ്രീമം മെട്രിക് എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ ഇവിടെ എടുത്തുകൊണ്ടിരുന്നത്? നിങ്ങൾ ഓപ്ഷൻസ് ഒന്ന് വായിച്ചു നോക്കിക്കേ, എന്തായാലും കിട്ടിയേ പറ്റൂ. ഏതായിരിക്കും ആൻസർ? എസ്, ഓപ്ഷൻ സി ആണ്. ഓക്കെ, അതായത് സുപ്രീമം എന്നുണ്ടോ അവിടെ എന്തായിരിക്കും നമ്മൾ എടുക്കണ്ടേ? അവിടെ മാക്സിമം അതായത് ഡിസ്റ്റൻസുകളുടെ മാക്സിമം ആയിരിക്കും എന്ത്? സുപ്രീമം മെട്രിക്. ഓക്കെ, അപ്പം നിങ്ങളുടെ സ്കോർ കൗണ്ട് ചെയ്യണം കേട്ടോ. എന്നിട്ട് അറ്റ് ലാസ്റ്റ് എത്ര സ്കോർ കിട്ടിയെന്ന് പറയണേ. ഇപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ സ്കോർ നോക്കേണ്ട ആവശ്യമില്ല. 2ഉം 3ഉം നിങ്ങളുടെ ശരിയാണെങ്കിൽ നിങ്ങൾക്ക് 2 points കിട്ടുമേ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഇതും പറയണം. ഇതും നമ്മൾ പഠിച്ച കോൺസെപ്റ്റിൽ നിന്ന് വന്ന ക്വസ്റ്റ്യനാണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് മെട്രിക് സ്പേസസ് ഈസ് നോട്ട് കംപ്ലീറ്റ് അല്ലാത്തത്? കംപ്ലീറ്റ് ആയ എന്താണ് കംപ്ലീറ്റ് സ്പേസ് എന്ന് പഠിച്ചായിരുന്നു. കംപ്ലീറ്റ് സ്പേസ് ആകുന്ന ഒരു എക്സാമ്പിൾ നമ്മൾ പഠിച്ചായിരുന്നു ഇല്ലേ? നമ്മുടെ 1.41 1.414 അങ്ങനെ നമ്മളൊരു എക്സാമ്പിൾ ഓർക്കുന്നില്ലേ? ആ എക്സാമ്പിൾ വെച്ച് അത് ഏത് എക്സാമ്പിളായിരുന്നു പഠിച്ചേ? അപ്പോൾ ഏതായിരുന്നു? ഇതിൽ നോട്ടാണ് തെറ്റായിട്ടുള്ളതാണ് ചോദിച്ചേക്കുന്നത്. ഏതാണ്? ഓപ്ഷൻ ബി അല്ലേ? സംശയമുണ്ടോ? ഇവിടെ നോക്കിക്കേ, ദ ഡിസ്ക്രീറ്റ് മെട്രിക് സ്പേസ്, മെട്രിക്കാന്ന് പച്ച മലയാളത്തിൽ ഇവിടെ എഴുതിയിട്ടുണ്ട്. അപ്പം പിന്നെ നമ്മൾ ചിന്തിക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. പിന്നെ നമ്മൾ പഠിച്ച ഒരെണ്ണമാണ് എന്ത്? 6 എന്താന്ന് നമ്മൾ ഇന്നലെ പഠിച്ചായിരുന്നു. 6 കംപ്ലീറ്റ് ആണ്. അപ്പോൾ 6ൻ്റെ ഫാമിലി മെമ്പേഴ്സ് എല്ലാം എന്തായിരിക്കും? ഈ പറയുന്ന പോലെ കംപ്ലീറ്റ് ആയിരിക്കും. അതായത് r⁴n അല്ലെങ്കിൽ ഇതങ്ങനെ തന്നെ ദ സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സ് ആർ വിത്ത് യൂഷ്വൽ മെട്രിക്. അതൊന്നും നോക്കണ്ട, 6 ഉണ്ടോ അതെന്തായാലും എന്തായിരിക്കും? കംപ്ലീറ്റ് ആണ്. ഓക്കെ, ഇനി അടുത്തത് ഈ ക്വസ്റ്റ്യൻ നമ്പർ നിങ്ങൾ നോക്കണ്ട കേട്ടോ. Cantor's intersection theorem requires the nested closed sets to have diameters that. അതും നമ്മൾ പഠിച്ച ക്വസ്റ്റ്യനാണ്. Cantor's intersection theorem നമ്മൾ ഇന്നലെ പറഞ്ഞായിരുന്നു. നമ്മുടെ റഷ്യൻ ഡോളിനെയൊക്കെ ഓർക്കണമെന്ന് പറഞ്ഞായിരുന്നു. ഏതാണ് ആൻസർ? അറ്റ് ലാസ്റ്റ് എങ്ങടേക്ക് പോകും? 10 to 0. ഓക്കെ, ഓപ്ഷൻ ബി ആണ് എന്ത് വരുന്നത്? റൈറ്റ് ആൻസർ വരുന്നത്. ഓക്കെ, അപ്പോൾ ആരെങ്കിലും ക്ലാസ് കാണാണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ആ ക്ലാസ് കാണും. നമ്മളവിടെ റിയൽ ലൈഫ് എക്സാമ്പിൾസ് വെച്ചുകൊണ്ടാണ് ക്ലാസ് എടുത്തത്. ഇനിയിപ്പോൾ ക്ലാസ് കാണുന്നവർ നിങ്ങളുടെ ഫ്രണ്ട്സിനെയൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആണ്,
ബെയേഴ്സ് കാറ്റഗറി തിയറം സ്റ്റേറ്റ്സ് ദാറ്റ് എവരി കംപ്ലീറ്റ് മെട്രിക് സ്പേസ് എന്തായിരിക്കും? നമ്മുടെ കംപ്ലീറ്റ് മെട്രിക് സ്പേസിൻ്റെ ഏത് കാറ്റഗറിയിലേക്ക് തള്ളിവിട്ടേക്കുന്നത്? നമ്മൾ ഇന്നലെ പറഞ്ഞായിരുന്നു ഏതാണ്? യെസ്, ഓപ്ഷൻ ബി, സെക്കൻഡ് കാറ്റഗറി. ഓക്കെ, നമ്മൾ പറഞ്ഞായിരുന്നു എന്താണ്? കൗണ്ടബിൾ യൂണിയൻ ഓഫ് നോവേ ഡെൻസ് സെറ്റ്സ് കൊണ്ട് കവർ ചെയ്യാൻ പറ്റുന്നില്ല. നമ്മുടെ സ്ക്രീനിൽ ഇന്നലെ പെയിൻ്റൊക്കെ അടിച്ച് ഓർക്കുന്നില്ലേ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആണ്, എ പോയിന്റ് എക്സ് ഈസ് എ ലിമിറ്റ് പോയിന്റ് ഓഫ് എ സെറ്റ് എ. അതായത് സെറ്റ് എയിൽ എക്സ് ഒരു ലിമിറ്റ് പോയിന്റ് ആണെന്ന് പറയണമെങ്കിൽ അവിടെ എന്തായിരിക്കും? ഇത് നിങ്ങൾ കൗണ്ട് ചെയ്യണ്ട കേട്ടോ. അതായത് നമ്മുടെ സെറ്റ് എയിൽ ഓക്കെ, എക്സ് എന്ന് പറയുന്നത്, എക്സ് ഇവിടെ വേണ്ട, ഇതാണ് നമ്മുടെ എക്സ്, അവസാനമായിട്ട് കൂട്ടിക്കും, ഇതാണ് നമ്മുടെ എക്സ്. ഈ എക്സ് എന്ന് പറയുന്നത് ഒരു ലിമിറ്റ് പോയിൻ്റ് ആവണമെങ്കിൽ, ഇങ്ങനെ വന്ന് അതിൻ്റെ ഏറ്റവും അവസാനം ലിമിറ്റ് പോയിൻ്റ് ആവണം എന്ന് പറയണമെങ്കിൽ എന്താവണം കണ്ടീഷൻ? അതായത് ഇപ്പോൾ ഒരു ഒരു എക്സാമ്പിൾ പറയാം. അതായത് ഒരു ഷുഗറിൻ്റെ ഒരു ജാർ എടുക്കുക. ക്ലിയർ ആയോ? അപ്പോൾ ഇതാണ് നമ്മുടെ ഷുഗർ ഇരിക്കുന്ന പെട്ടി, ഒരു ഗ്ലാസ് ജാറ്. ഓക്കെ, ഈ പറയുന്ന ഇതാണ് എന്ത്? നമ്മുടെ ലിമിറ്റ് പോയിൻ്റ്. ഓക്കെ, അവസാനം. ക്ലിയർ ആയോ? അപ്പോൾ ഇവിടെ ഇഷ്ടം പോലെ എന്താണ്? ഷുഗർ കാണും അല്ലേ? അതായത് നമ്മുടെ സെറ്റ് എ. ക്ലിയർ ആണോ? ഇനി ഇവിടെ നമ്മുടെ ഈ ഒരു ലിമിറ്റ് പോയിൻ്റ് എടുത്താലേ ഇതിൻ്റെ എന്തായാലും ഇതിൻ്റെ നെയ്ബർഹുഡ് ഒരു ചെറിയൊരു ഷുഗർ പാർട്ടിക്കിൾ കാണുമല്ലോ. ഓക്കെ, അതാണ് ഇവിടെയും പറയുന്നത്. അതായത് എ പോയിന്റ് എക്സ് ഈസ് എ ലിമിറ്റ് പോയിന്റ് ഓഫ് എ സെറ്റ് എ. ഇത് നമ്മുടെ സെറ്റ് എ. അതിൽ ഈ എക്സ് ഒരു ലിമിറ്റ് പോയിന്റ് ആവണമെങ്കിൽ അവിടെ അറ്റ്ലീസ്റ്റ് ഇവൻ്റെ ചുറ്റും എവിടെയെങ്കിലും ഒരു പോയിൻ്റ് എന്തായാലും കാണും അല്ലേ? ഇപ്പോൾ ഒരു പഞ്ചസാരയുടെ ഒരു പെട്ടി എടുക്കുമ്പോൾ നമ്മൾ ജസ്റ്റ് ആ പെട്ടിയിൽ നിന്ന് പഞ്ചസാര കമത്തിയിട്ടാലും ആ ഒരു പോയിന്റിൽ എവിടെയെങ്കിലും കാണൂലേ? ഓക്കെ, നമ്മൾ ചൂസ് ചെയ്യുന്നൊരു പോയിന്റിന് ചുറ്റും എവിടെയെങ്കിലും ഒരു മൈക്രോസ്കോപ്പ് വെച്ചാണെങ്കിലും നമുക്ക് ഒരു ചെറിയ പാർട്ടിക്കിൾ കാണാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ നമ്മുടെ ആൻസർ എന്താണ്? അതായത് എവരി ഓപ്പൺ ബോൾ അറൗണ്ട് എക്സ് കണ്ടെയ്ൻസ് അറ്റ്ലീസ്റ്റ് 1 പോയിന്റ് ഓഫ് എ അതർ ദാൻ എക്സ്. ക്ലിയർ ആലോ? അപ്പോൾ നമ്മുടെ പഞ്ചസാര പാത്രമൊക്കെ ഓർക്കാം. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആണ്. ഇതെന്തായാലും ആൻസർ ചെയ്യാൻ പറ്റും, ഇത് നിങ്ങൾ കൗണ്ട് ചെയ്യണേ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ കംപ്ലീറ്റ് മെട്രിക് സ്പേസ്? എന്തെങ്കിലും ചിന്തിക്കാനുണ്ടോ? ഇന്നലത്തെ ക്ലാസ് കണ്ടവർക്കാണെങ്കിൽ ഒന്നും ചിന്തിക്കാനില്ല. എന്താണ്? ഓപ്ഷൻ സി, റിയൽ നമ്പേഴ്സ്. ഓക്കെ, ഇനിയത്തെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ബെയേഴ്സ് കാറ്റഗറി തിയറം implies that in a complete metric space. അതായത് നമ്മുടെ ബെയേഴ്സ് കാറ്റഗറി തിയറം. അപ്പോൾ ഓർക്കുക, നമ്മുടെ കംപ്ലീറ്റ് മെട്രിക് സ്പേസിനെ എങ്ങടേക്ക് ഇട്ടവനാണ്? സെക്കൻഡ് കാറ്റഗറിയിലേക്ക് ഇട്ട ദുഷ്ടനാണ് ആര്? നമ്മുടെ ബെയേഴ്സ് കാറ്റഗറി തിയറം അല്ലേ? എന്താണ് അവിടെ ആർക്കാണ് റോള്? അതായത് നമ്മുടെ എന്തുകൊണ്ട് അവനെ ആ സെക്കൻഡ് കാറ്റഗറിയിലേക്ക് ഇടാൻ കാരണം എന്നാ? കാരണം നമ്മുടെ നോവേ ഡെൻസ് സെറ്റ്സ് കൊണ്ട് കവർ ചെയ്യാൻ പറ്റിയില്ല എന്നുള്ള ഒറ്റ പ്രശ്നം കൊണ്ടാണ്. അപ്പോൾ ഇവിടെ ആൻസർ ഏതാണ് വരുന്നത്? ഓപ്ഷൻ എ. ഓക്കെ ആണോ? ഇനി എ പോയിന്റ് എക്സ് ഈസ് എ ലിമിറ്റ് പോയിന്റ് ഓഫ് എ സെറ്റ് എ ഇഫ് എവരി ഓപ്പൺ ബോൾ സെൻറ്റേർഡ് അറ്റ് എക്സ് കണ്ടെയ്ൻസ് എന്തായിരിക്കും? പറയാലോ? യെസ്, ഓപ്ഷൻ സി. നമ്മളിപ്പോൾ പറഞ്ഞ സെയിം ക്വസ്റ്റ്യൻ തന്നെ. ഓക്കെ ആണോ? ഇപ്പോൾ നമ്മുടെ പഞ്ചസാര പാത്രത്തിന് പകരം വേറൊരു എക്സാമ്പിൾ എടുത്തേക്കുന്നതാണ്. ഓക്കെ, അതായത് നമ്മുടെ മാഗ്നറ്റ് അയൺ ഫില്ലിങ്സ്
എന്താണ് ഒരു മാഗ്നറ്റ് അയൺ ഫില്ലിങ്സോടുകൂടിയുള്ള ഒരു മാഗ്നറ്റ് ആ അയൺ ഫില്ലിങ്സ് കളഞ്ഞാൽ പോലും അവിടെ എവിടെയെങ്കിലും എന്താണ് ചെറിയൊരു പാർട്ടുകൾ കാണും. ഓക്കെ, ഇനി ഇത് നിങ്ങൾ പറയണേ, ഇവിടെ ഇൻ എ മെട്രിക് സ്പേസ് എവരി സിംഗിൾട്ടൺ, ഓക്കെ റെക്കോർഡ് ചെയ്തോന്നൊരു സംശയം ഉണ്ടായിരുന്നു. ഓക്കെ, ഇൻ എ മെട്രിക് സ്പേസ് എവരി സിംഗിൾട്ടൺ സെറ്റ് എക്സ് ഇസ്, അതായത് ഒരു മെട്രിക് സ്പേസിൽ എവരി സിംഗിൾട്ടൺ സെറ്റ് ഓപ്പൺ ആണോ ക്ലോസ്ഡ് ആണോ, ബോത്ത് ഓപ്പൺ ആൻഡ് ക്ലോസ്ഡ് ആണോ, നൈദർ ഓപ്പൺ നോർ ക്ലോസ്ഡ് ആണോ. ഇത് നമുക്കൊരു എക്സാമ്പിൾ വെച്ച് പഠിക്കാം. അതായത് ഇപ്പോൾ ഒരു സിറ്റി, ഓക്കെ, നമ്മുടെ ആ സിറ്റി എന്തായിട്ട് എടുക്കുക, ഒരു മെട്രിക് സ്പേസ് ആയിട്ട് എടുക്കുക. ഓക്കെ, അതായത് ഇപ്പോൾ എറണാകുളം എന്ന സിറ്റി ഒരു മെട്രിക് സ്പേസ്, അതിൽ ആ സിംഗിൾ ഹൗസ് അതിനെ നമ്മൾ എന്താണ് സെറ്റ് എക്സ് ആയിട്ട് എടുക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ എറണാകുളം സിറ്റി കറങ്ങാൻ ഈ വീട് കയറിക്കൊണ്ടല്ലാണ്ട് കറങ്ങാൻ പറ്റില്ലേ? മനസ്സിലായോ? അതായത് നമ്മുടെ നമുക്ക് എറണാകുളം സിറ്റി കറങ്ങണം. ആ കറങ്ങാൻ വേണ്ടി നമ്മുടെ ഈ വീടിൻ്റെ ഉള്ളിൽ കൂടെ കയറിയാൽ മാത്രമാണ് കറങ്ങാൻ പറ്റുള്ളൂ എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. നമുക്ക് എങ്ങനെ വേണമെങ്കിലും കറങ്ങാൻ പറ്റും. ആലോ, അതായത് അവിടെ ആ സിംഗിൾ ഹൗസ് എന്താണ് ഒരു ക്ലോസ്ഡ് സെറ്റായിട്ടല്ലേ ബിഹേവ് ചെയ്യുന്നത്. ഔട്ട്സൈഡ് സ്പേസ് എന്താണ് ഓപ്പൺ, നമുക്ക് എവിടെ വേണമെങ്കിലും മൂവ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെയാണ് ഇവിടെ നോക്കിക്കേ, അതായത് നമ്മുടെ മെട്രിക് സ്പേസ്, അതായത് നമ്മുടെ എറണാകുളം സിറ്റി, അതിൽ എവരി സിംഗിൾട്ടൺ സെറ്റ് ഓരോ വീടും എന്താണ് ക്ലോസ്ഡ് ആണ്. ഓക്കെ, ആ മെട്രിക് സ്പേസിലൂടെ നമുക്ക് എന്താണ് ഓപ്പൺ ആയിട്ട് മൂവ് ചെയ്യാൻ പറ്റും. ഓക്കെ, പക്ഷെ ആ സിംഗിൾട്ടൺ സെറ്റ് എന്തായിരിക്കും ക്ലോസ്ഡ് ആണ്. അപ്പോൾ ഓപ്ഷൻ ബി ക്ലോസ്ഡ്. ഇനി ഇത് കൗണ്ട് ചെയ്യണമെന്നില്ല, നിങ്ങൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയാൽ മതി. അല്ല, പഠിക്കേണ്ടതാണ്, ഇമ്പോർട്ടൻ്റ് ആണ്. ഇൻ എ മെട്രിക് സ്പേസ് ഇഫ് എ സീക്വൻസ് എക്സ് എൻ കൺവെർജസ് ടു എക്സ് ആൻഡ് ഓൾസോ ടു വൈ ദെൻ, അതായത് എക്സ് എൻ എന്ന് പറയുന്ന സീക്വൻസ് ഇങ്ങനെ പ്രോഗ്രസ് ചെയ്ത് എക്സിലേക്ക് കൺവേർജ് ചെയ്തേ ഈ എക്സ് എൻ എന്ന് പറയുന്ന സീക്വൻസ് വീണ്ടും കൺവേർജ് ചെയ്ത് വേറൊരു പോയിൻ്റ് വൈയിലേക്കും ചെന്നു. ശരിയാവുമോ? ഒറ്റ പോയിന്റിലേക്ക് കൺവേർജ് ചെയ്യൂ, വേറൊരു പോയിന്റിലേക്കും കൂടി കൺവേർജ് ചെയ്യൂ. അങ്ങനെ പറഞ്ഞാൽ തന്നെ എന്തായിരിക്കും, ഇവന്മാരെന്തായിരിക്കണം, ഈക്വൽ ആയിരിക്കണം അല്ലേ? അപ്പോൾ എക്സ് ഈക്വൽ ടു വൈ ആയിരിക്കും. ക്ലിയർ ആണോ? ഇനി ഇവിടെ എവരി കൺവെർജൻസ് സീക്വൻസ് ഇൻ എ മെട്രിക് സ്പേസ് പറയാലോ, ഇന്നലെ പഠിച്ച കാര്യമാണ്. കൺവെർജൻസ് സീക്വൻസ് എന്തായിരിക്കും? കൺവെർജൻസ് സീക്വൻസ് ഓട്ടോമാറ്റിക്കലി എന്തായിരിക്കും? കോഷി സീക്വൻസ് ആയിരിക്കും. ഓക്കെ അല്ലേ? കോഷി സീക്വൻസ് എന്ന് വെച്ചാൽ അതായത് അത് ആ സീക്വൻസ് ഇങ്ങനെ പ്രോഗ്രസ് ചെയ്ത് ചെല്ലുന്തോറും അവർ തമ്മിലുള്ള പോയിൻറ്റ്സ് തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്താണ് കുറഞ്ഞ് വരിക. അതായത് എന്താണ്, അതൊരു പോയിൻറ്റിലേക്ക് ചെല്ലുക. ഓക്കെ, അപ്പോൾ അതൊരു കോഷി സീക്വൻസ് ആണ്. ക്ലിയർ ആണോ? ഇനി ഇത് നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ പറ്റുന്ന അതായത് കൗണ്ട് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ്. വിച്ച് ഓഫ് ദീസ് ഈസ് എ റിക്വയർമെൻറ്റ് ഫോർ കാൻഡേഴ്സ് ഇൻ്റർസെക്ഷൻ തിയറം? എന്തായിരിക്കും? എങ്ങടേക്കാണ് അറ്റ് ലാസ്റ്റ് ചെല്ലുന്ന 0 അല്ലെങ്കിൽ എന്താണ് ഒരു സ്മോൾ പോയിന്റിലേക്ക്. അതായത് ദ ഡയമീറ്റർ ഓഫ് ദ സെറ്റ്സ് മസ്റ്റ് ടെൻഡ് ടു 0. ബോറടിക്കുന്നില്ലല്ലോ അല്ലേ? അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ തീരാറായെന്ന് വെച്ചാൽ തീരാറായി. അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, എ മെട്രിക് സ്പേസ് എക്സ് ഈസ് കോൾഡ് കംപ്ലീറ്റ് ഇഫ്. നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്നതാണ്. എന്താണ് കംപ്ലീറ്റിൻ്റെ ആ ഡെഫിനേഷൻ ഒന്ന് ഓർക്കുക. നമ്മുടെ കോശി ചേട്ടനും
കംപ്ലീറ്റും ഫ്രണ്ട്സാന്നൊക്കെ ഒരു കാര്യം ഓർത്തില്ലായിരുന്നു. അപ്പോൾ ആൻസർ എന്താണ്? ഓപ്ഷൻ ബി. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ബെയേഴ്സ് കാറ്റഗറി തിയറം ഈസ് പ്രൈമർലി യൂസ് ടു പ്രൂവ് ദ എക്സിസ്റ്റൻസ് ഓഫ് പോയിൻറ്റ്സ് ഇൻ, എന്തായിരിക്കും? കണ്ണടച്ച് പറയാലോ. എന്താണ്? നോവേഡൻ സെറ്റ്സ്. ഓപ്ഷൻ ബി. ഓപ്ഷൻ സിയോ നോക്കട്ടെ. തെറ്റിപ്പോയല്ലോ. അതായത് എന്താണ്? കംപ്ലീറ്റ് മെട്രിക് സ്പേസ് അല്ലേ ആൻസർ വരുന്നത്. അതായത് നമ്മുടെ ഇവിടെ എക്സിസ്റ്റൻസ് ഓഫ് പോയിൻറ്റ്സ് ഇൻ എവിടെയാണ്? അതാ ചോദിച്ചേക്കുന്നത്. കംപ്ലീറ്റ് മെട്രിക് സ്പേസ്. ഓക്കെ, അവിടെയല്ലേ നമ്മൾ പറയുന്ന. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇത് പറയാൻ പറ്റും, ഇത് കൗണ്ട് ചെയ്യാം കേട്ടോ. In the Euclidean plane R square, the distance between P1 of x1 y1 and P2 of x2 y2 is given by, നമ്മൾ ഇന്നലെ പറഞ്ഞ, തെറ്റിച്ച് കളയരുത്. എന്താണ്? ഒന്ന് ചിന്തിച്ചേ. ഓപ്ഷൻ ഏതാണ് വരുന്നത്? ഓപ്ഷൻ ബി. ഡിസ്റ്റൻസ് ഫോർമുല ഓർക്കുന്നില്ലേ? സുപ്രീം ആണെങ്കിലാണ് എന്ത് നമ്മുടെ ഓപ്ഷൻ സിയിലേക്കൊക്കെ പോവുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മുടെ ഒരുവിധം ഒന്ന് എന്താണ് ഒതുങ്ങിയിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മൾ സിമ്പിളായിട്ട് നമ്മുടെ തുടക്കത്തിൽ നമ്മൾ പറഞ്ഞില്ലായിരുന്നോ, അതായത് മെട്രിക് ആണോ എന്നറിയാനായിട്ട് കുറച്ച് ട്രിക്സ് ഉണ്ടെന്ന്. അപ്പോൾ ആ ട്രിക്സ് ഞാൻ ആദ്യം ഒന്ന് പറയാം. എന്നിട്ട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് പെട്ടെന്ന് കവർ ചെയ്യാവുന്നതാണ്. ജസ്റ്റ് ഒന്ന് പറയണം കേട്ടോ ആൻസർ. അപ്പോൾ നിങ്ങളുടെ ക്വസ്റ്റ്യനിൽ മെട്രിക് ആണോ എന്ന് ചോദിക്കുമ്പോൾ ഈ പറയുന്ന മോഡ് എക്സ് മൈനസ് വൈ ഉണ്ടോ, അതെന്തായിരിക്കും? മെട്രിക് ആയിരിക്കും. ഓക്കെ, ഇവൻ മാത്രമേ പാടുള്ളൂ. അതായത് മോഡ് എക്സ് മൈനസ് വൈ, അല്ലെങ്കിൽ ഇവൻ്റെ വീട്ടിലുള്ളവർ, അതായത് മോഡ് എക്സ് മൈനസ് വൈ ഹോൾ സ്ക്വയർ, ഹോൾ ക്യൂബ്, അങ്ങനെയൊക്കെ. അല്ലാണ്ട് അവൻ്റെ കൂടെ ഈ പറയുന്ന 1, 5, 2, 10 ഒക്കെ വലിഞ്ഞു കയറി വല്ലവരും വന്നിട്ടുണ്ടെങ്കിൽ അവന്മാരൊന്നും മെട്രിക്കാക്കി കൂട്ടാൻ പറ്റത്തില്ല. ഇവന് മാത്രമാണ് നമ്മൾ എന്തായിട്ട് അംഗീകരിക്കുകയുള്ളൂ? മെട്രിക്കായിട്ട് അംഗീകരിക്കുകയുള്ളൂ. ഓക്കെ ആണോ? അപ്പോൾ ഇത്രയും കാര്യം ഓക്കെ ആണോ? അതായത് മോഡ് എക്സ് മൈനസ് വൈ ഉണ്ടോ, അല്ലെങ്കിൽ അവൻ്റെ കുടുംബക്കാരുണ്ടോ, എന്തായിരിക്കും? അത് മെട്രിക് ആയിരിക്കും. ഇപ്പോൾ റൂട്ട് ഓഫ് മോഡ് എക്സ് മൈനസ് വൈ, ശരിയല്ലേ? അതായത് ഇപ്പോൾ മോഡ് എക്സ് മൈനസ് വൈ ഹോൾ സ്ക്വയർ, ഹോൾ ക്യൂബ്, അതുപോലെ തന്നെ റൂട്ട് ഓഫ് മോഡ് എക്സ് മൈനസ് വൈയുടെ അർത്ഥം എന്താ? മോഡ് എക്സ് മൈനസ് വൈ ഹോൾ റേസ് ടു 1/2 അല്ലേ? അപ്പോൾ അത്രയും കാര്യങ്ങൾ ഓർക്കാം. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ? നിങ്ങൾ പറയണേ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഡി ഓഫ് എക്സ് വൈ ഈക്വൽ ടു മോഡ് എക്സ് മൈനസ് വൈ. ആൻസർ പറയാം. നമുക്ക് ആൻസർ നോക്കാവേ. മെട്രിക്. ശരിയായോ? ശരിയായെങ്കിൽ കൗണ്ട് ചെയ്യണേ. നെക്സ്റ്റ് വൺ, ഡി ഓഫ് എക്സ് വൈ ഈക്വൽ ടു എക്സ് മൈനസ് വൈ. ഏതായിരിക്കും? എസ്, നോട്ട് മെട്രിക്. നെക്സ്റ്റ് വൺ, ഡി ഓഫ് എക്സ് വൈ ഈക്വൽ ടു മോഡ് എക്സ് മൈനസ് വൈ പ്ലസ് 1. ഏതായിരിക്കും? നോട്ട് മെട്രിക്. നമ്മുടെ 1 ആ വലിഞ്ഞേറി വന്നേക്കുക. ഓക്കെ, ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസാണ് നമ്മുടെ സെറ്റിന് ചോദിക്കുന്നത്. ഓക്കെ, ഇപ്പം നിങ്ങൾക്ക് ഇത്ര സിമ്പിളായിരുന്നോ എന്ന് ചിന്തിക്കുന്നുണ്ടോ? അപ്പോൾ നമുക്ക് ഈ പറയുന്ന പോലെ ആ 3 കണ്ടീഷൻസ് ചെക്ക് ചെയ്താണ് നോർമലി ചെയ്യേണ്ടത്. പക്ഷേ ഈ ട്രിക്ക് അറിഞ്ഞിരുന്നാൽ നമുക്ക് സുഖമായിട്ട് എന്താണ് എക്സാം ഹോളിൽ നമ്മൾ നല്ല കൂളായിട്ട് ആൻസർ ചെയ്യും. മറ്റവന്മാർ എന്താണ് എല്ലാം ചെക്ക് ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡി ഓഫ് എക്സ് വൈ ഈക്വൽ ടു 0 4 x ഈക്വൽ ടു y 1 x നോട്ട് ഈക്വൽ ടു y. ഇത് തെറ്റിക്കാൻ പാടില്ല. എന്താണിത്? ഇതെന്ത് സാധന? നമ്മുടെ ഡിസ്ക്രീറ്റ് മെട്രിക് ആണ്. അപ്പോൾ പിന്നെ മെട്രിക്കിൻ്റെ കുടുംബത്തിലുള്ളവനെ ഡിസ്ക്രീറ്റ് മെട്രിക്. മെട്രിക് അല്ല എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. ഓക്കെ,
നെക്സ്റ്റ് വൺ ഡി ഓഫ് എക്സ് വൈ ഈക്വൽ ടു മോഡ് എക്സ് മൈനസ് വൈ ഹോൾ സ്ക്വയർ. എന്തായിരിക്കും? ആൻസർ ഇല്ലേ? ആൻസർ എന്തായിരിക്കും? മെട്രിക്. ഓക്കെ. ഇനി ഡി ഓഫ് എക്സ് വൈ ഈക്വൽ ടു റൂട്ട് ഓഫ് മോഡ് എക്സ് മൈനസ് വൈ എന്തായിരിക്കും? മെട്രിക്. ഇനി അടുത്ത് നോക്കാവേ. ഡി ഓഫ് എക്സ് വൈ ഈക്വൽ ടു മോഡ് എക്സ് പ്ലസ് വൈ. പതറരുത്, നമ്മൾ എന്താണ് പഠിച്ചേ? മോഡ് എക്സ് മൈനസ് വൈയെ പഠിച്ചിട്ടുള്ളൂ. അപ്പോൾ ഇതെന്താണ്? നോട്ട് മെട്രിക്. ഓക്കെ. ഇനി ഡി ഓഫ് എക്സ് വൈ ഇസ് ഈക്വൽ ടു മോഡ് എക്സ് മൈനസ് വൈ ബൈ 1 പ്ലസ് മോഡ് എക്സ് മൈനസ് വൈ. ഇവൻ ഭയങ്കര വലിയ പുള്ളിയാണ്. അതായത് ഇവൻ മെട്രിക് കുടുംബത്തിൽ ജനിച്ചവനാണ്. ഇവൻ്റെ പേരാണ് ബൗണ്ടഡ് മെട്രിക്. അപ്പോൾ പിന്നെ ഇങ്ങനൊരു സാധനം കണ്ടോ വേറെ ഒന്നും നോക്കണ്ട, എന്തായിരിക്കും? മെട്രിക് ആയിരിക്കും. ജസ്റ്റ് ഇങ്ങനെ ഓർത്തോ, ഡി ഓഫ് എക്സ് വൈ ഡിവൈഡ് ബൈ 1 പ്ലസ് ഡി ഓഫ് എക്സ് വൈ ഫോമിലുള്ളവർ എന്തായാലും എന്തായിരിക്കും? മെട്രിക് ആയിരിക്കും. ഓക്കെ. ഇനി ഡി ഓഫ് എക്സ് വൈ ഈക്വൽ ടു മോഡ് എക്സ് ആണോ? അല്ല, നോട്ട് മെട്രിക്. ഇനി ഡി ഓഫ് എക്സ് വൈ ഈക്വൽ ടു മോഡ് എക്സ് മൈനസ് വൈ പ്ലസ് മോഡ് എക്സ് പ്ലസ് മോഡ് വൈ ആണോ? ഇവന്മാരെന്താ വലിഞ്ഞേറി വന്നേക്കുന്നവനാ? പറ്റില്ല അല്ലേ? അപ്പം എന്താണ്? നോട്ട് മെട്രിക്. ഇനി ഡി ഓഫ് എക്സ് വൈ ഈക്വൽ ടു മാക്സിമം ഓഫ് മോഡ് എക്സ് മൈനസ് വൈ 1. ഇങ്ങനെ മാക്സിമം മിനിമം എന്നും പറഞ്ഞിട്ട് ഉള്ളിൽ ഈ പറയുന്ന മോഡ് ഉണ്ട് എങ്കിൽ എന്തായിരിക്കും? അത് മെട്രിക് ആയിരിക്കും കേട്ടോ. ഓക്കെ. അങ്ങനെയാണെങ്കിൽ ഇതെന്തായിരിക്കും? യെസ്, മെട്രിക് ആണ്. ഇനി ഇതോ? മെട്രിക് അല്ല. ഓക്കെ. ഇനി ഇതോ? മെട്രിക് ആണ്. ഇനി ഇതോ? മെട്രിക് ആണോ? മെട്രിക് അല്ലയോ? എന്തായിരിക്കും? കൺഫ്യൂഷനായോ? മെട്രിക് ആവുമോ? ഇല്ല. കാരണം എന്നാ? നമ്മൾ പറഞ്ഞേക്കുന്ന മോഡ് എക്സ് മൈനസ് വൈ ഹോൾ റേസ് ടു സംതിങ്. ഓക്കെ. അപ്പോൾ ഈ പറയുന്നവൻ അതിൽ ഉൾപ്പെടുമോ? ഇല്ല. ഓക്കെ. ഇവനെ പിന്നെ നമുക്ക് ഇങ്ങനെ എഴുതാം, മോഡ് എക്സ് മൈനസ് വൈ ഇൻറ്റു മോഡ് എക്സ് പ്ലസ് വൈ. ഇവനെ നമ്മൾ കൂട്ടത്തിൽ കൂട്ടാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ നോട്ട് മെട്രിക് ആണ്. ഇനി ഇതോ? എന്തായിരിക്കും? ചിന്തിച്ചേ. മെട്രിക് ആണോ? നോട്ട് മെട്രിക് ആണോ? യെസ്, മെട്രിക് ആണ്. ഇനി ഇതോ? നോട്ട് മെട്രിക്. ഇതോ? മെട്രിക് ആണോ? മെട്രിക് അല്ലയോ? മെട്രിക് ആണ്. നമ്മൾ പറഞ്ഞില്ലേ, നമ്മുടെ രാജവംശത്തിൽ പിറന്നവനാണിവൻ അല്ലേ? ഡി ഓഫ് എക്സ് വൈ ഡിവൈഡ് ബൈ 1 പ്ലസ് ഡി ഓഫ് എക്സ് വൈ ഫോമുല ഉള്ളതാണ് എങ്കിൽ എന്താണ്? ആ ഒരു ഫോമുലയല്ലേ കിടക്കുന്ന. അപ്പോൾ അവൻ എന്താണ്? നമ്മുടെ രാജവംശത്തിൽ പെട്ടവൻ തന്നെയാണ്. ഓക്കെ. ഇനി ഇതോ? അല്ല. ഇതാവുമ്പോഴോ? ശരിയാവില്ലേ? മെട്രിക് ആവത്തില്ലേ? ആവും. ഓക്കെ. അതായത് മോഡ് എക്സ് മൈനസ് വൈയും മോഡ് വൈ മൈനസ് എക്സും സെയിം ഇമ്പാക്റ്റിൽ ഉണ്ടാക്കുന്ന പ്രശ്നമൊന്നുമില്ല, നമുക്കതിനെ വെറുതെ വിടാം. ഇനി ഇതാവോ? ഇല്ല, നോട്ട് മെട്രിക്. ഇനി ഇതോ? നോട്ട് മെട്രിക്. ഇതോ? നോട്ട് മെട്രിക് അല്ലേ? സിംപ്ലി എക്സ് മൈനസ് സ്ക്വയറും സ്ക്വയർ റൂട്ടും ക്യാൻസലായി സിംപ്ലി എക്സ് മൈനസ് വൈ ആകുന്നത്. ഒരു മിനിറ്റ്, ഇത് ഓപ്ഷൻ. ഓക്കെ, നമ്മളൊന്ന് തെറ്റിദ്ധരിച്ചു. ഇവൻ ആരാണ്? ഇവനും രാജവംശത്തിലുള്ളവനാണ്. അതായത് ഇവിടെ എക്സ് മൈനസ് വൈ അല്ലേ വരുന്നത്, നമ്മുടെ യൂക്ലീഡിയൻ മെട്രിക്കൊക്കെ. ഓക്കെ, നമ്മൾ കണ്ടില്ലായിരുന്നോ മോഡ് എക്സ് മൈനസ് വൈ?
ഡിസ്റ്റൻസ് ഒക്കെ കാണാനായിട്ട്. അപ്പോൾ ഇവൻ എന്താണ്, യൂക്ലീഡിയൻ മെട്രിക്കാണ്. അപ്പോൾ നമ്മുടെ രാജവംശമായ മെട്രിക്കിൽ ഉള്ളവൻ തന്നെയാണ്. ഓക്കെ, ഇനി ഇവനോ, ഇവൻ രാജവംശത്തിൽ പെട്ടവനാണോ? അല്ലേ? യെസ്, മെട്രിക്കാണ്. ഇനി ഇവനോ മെട്രിക്കാണ്. ഇനി ഇവൻ മെട്രിക്കാണോ? അതെ. ഇവനോ? വരുമോ? 1 വലിഞ്ഞു കയറി വന്നേക്കുക? ഇല്ല. ഇനി ഇവനോ മെട്രിക്കാണോ? അതെ. ഓക്കെ, അവിടെ 1 പ്ലസ് എക്സാക്റ്റ് 1 പകരം വേറെ നമ്പേഴ്സ് ആയാലും കുഴപ്പമില്ല കേട്ടോ. ഇനി തീർന്നോ? ഇല്ല. ഇതോ? ഇതാവോ? ഇവിടെ മോഡ് എക്സ് നമുക്ക് കൂട്ടാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ നോട്ട് മെട്രിക്കാണ്. ഇനി നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യനായി രക്ഷപ്പെട്ടു അല്ലേ. ഇവിടെ ഇൻ എ ഡിസ്ക്രീറ്റ് മെട്രിക് സ്പേസ്, റെക്കോർഡ് സെക്ഷൻ ഓൺ ആണോ നോക്കട്ടെ. അതെ, ഇൻ എ ഡിസ്ക്രീറ്റ് മെട്രിക് സ്പേസ് എക്സ് ഡി. അപ്പോൾ ഡിസ്ക്രീറ്റ് മെട്രിക് സ്പേസിലാട്ടോ കളി. അപ്പോൾ നമുക്കൊരു സ്റ്റൈലിനൊന്ന് എഴുതി നോക്കാം. ഡിസ്ക്രീറ്റ് മെട്രിക് സ്പേസ് ഡി ഓഫ് എക്സ് ഈക്വൽ ടു 1 എപ്പോഴാണ്? എക്സ് നോട്ട് ഈക്വൽ ടു വൈ, 0 ഫോർ എക്സ് ഈക്വൽ ടു വൈ. നമ്മൾ എഴുതി വെച്ചു. വാട്ട് ഈസ് ദ ഓപ്പൺ ബോൾ ബി ഓഫ് x1? അതായത് ബി ഓഫ് എ ആർ. പറയാട്ടോ. ഇവിടെ അതായത് ഒരു ഈ ബി ഓഫ് എ ആർ, അതായത് ഇത് ജസ്റ്റ് ഒരു ഓപ്പൺ ബോളാണ്. ചുമ്മാ ഒരു ഓപ്പൺ ബോൾ. അതായത് ഇങ്ങനെ ഒരു ഓപ്പൺ ബോൾ, വേറൊന്നും ചിന്തിക്കേണ്ട, ഓപ്പൺ ആയിട്ടുള്ള ഒന്നാണ്. ഓക്കെ, നമ്മുടെ ഇപ്പോൾ ഓപ്പൺ ഇൻ്റർവെൽ എന്നൊക്കെ പറയില്ലേ, അതുപോലെ തന്നെ ഓപ്പൺ ബോളാണിത്. അപ്പോൾ ഇവിടെ അതായത് ഇപ്പോൾ ഈ എ എന്ന് പറയുന്ന സെൻറ്ററാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ എക്സ് എന്ന് പറയുന്ന സെൻറ്ററാണ്. ഓക്കെ, ഇനി ഇവിടെയുള്ള ഈ ഓപ്പൺ ബോളിൽ ഏതൊരു എക്സിലെ ഏതൊരാളെടുത്താലും, ഓക്കെ, ഇപ്പോൾ ഇത് നമ്മുടെ ഈ കേസ് വെച്ച് നോക്കുകയാണെങ്കിൽ ഏതൊരു പോയിൻ്റ് എടുത്താലും എന്താണ്, ഇവരുടെ ഡിസ്റ്റൻസ് എന്താണ്, ലെസ് ദാൻ ആർ ആയിരിക്കും അല്ലേ? ഉറപ്പല്ലേ? റേഡിയസിനേക്കാളും താഴെയായിരിക്കും ഓപ്പൺ ബോൾ ആവണമെങ്കിൽ. ഓക്കെ, ഇവിടെ വന്നാൽ എന്താ, ബൗണ്ടറി ആയി പോവില്ലേ? അപ്പോൾ ഇവിടെ ഈ പറയുന്ന പോലെ സെറ്റ് ഓഫ് ഓൾ എക്സ് എലമെൻ്റ് ഓഫ്, ഇവിടെ സെൻറ്റർ എന്താണ്, സെൻറ്റർ എക്സ് ആണ്. എക്സ് എലമെൻ്റ് ഓഫ് എക്സ് സച്ച് ദാറ്റ് ഡി ഓഫ് എക്സും നമ്മുടെ ഈ സെറ്റിലെ ഏതൊരു എലമെൻ്റ് എടുത്താലും അതിൻ്റെ ഡിസ്റ്റൻസ് എന്താണ്, ലെസ് ദാൻ 1 ആകും. അപ്പോൾ ലെസ് ദാൻ 1 ആകണം. അപ്പോൾ ഈ മെട്രിക് സ്പേസിൽ പോസിബിലിറ്റി എന്താ, 0 ആവാനല്ലേ പോസിബിലിറ്റി ഉള്ളൂ. 1 ആകാൻ പറ്റുമോ? ഇല്ല. അങ്ങനെ 0 ആകണമെങ്കിൽ ഈ രണ്ട് പോയിൻറ്റ്സും ഈക്വൽ ആയിരിക്കണ്ടേ? ഓക്കെ, അതായത് ഈ പറയുന്നതിൽ ആര് മാത്രമേ ഉള്ളൂ? ജനറലി പറയുകയാണെങ്കിൽ ഈ ഒരു വ്യക്തി മാത്രമല്ലേ ഉള്ളൂ. ഓക്കെ, അതാണ് എന്താണ്, ഒൺലി ദ പോയിൻറ്റ് സിംഗിൾട്ടൺ എക്സ്. ക്ലിയർ ആയോ? അപ്പോൾ ഒന്നും കൂടി പറയാം. ഇൻ എ ഡിസ്ക്രീറ്റ് മെട്രിക് സ്പേസ് എക്സ് ഡി എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്താണ്, ഡിസ്ക്രീറ്റ് മെട്രിക് സ്പേസ് എഴുതാം. വാട്ട് ഈസ് ദ ഓപ്പൺ ബോൾ ബി ഓഫ് x1? ഒരു സെക്കൻഡ്. ഇവിടെ സെറ്റ് ഓഫ് ഓൾ, ഇവിടെ എ എന്ന് പറയുന്നത് എന്താണ്,
ഇവിടെ എ എന്ന് പറയുന്ന സെൻറ്റർ, ആർ എന്ന് പറയുന്ന റേഡിയസ്. അപ്പോൾ ഈ പറയുന്ന സെറ്റിൽ കണ്ടെയ്ൻ ചെയ്യുന്ന പോയിൻറ്റ്സ് ഏതാണ്? സെറ്റ് ഓഫ് ഓൾ എക്സ് അല്ലെങ്കിൽ സെറ്റ് ഓഫ് ഓൾ വൈ എലമെൻ്റ് ഓഫ് എക്സ് സച്ച് ദാറ്റ് ഈ സെൻറ്ററും ഈ എക്സിലൊരു പോയിൻ്റ്, ഇങ്ങനെ എഴുതിയാലും കുഴപ്പമൊന്നുമില്ല, പോയിൻറ്റും എന്തായിരിക്കണം? ലെസ് ദാൻ ആറാകുന്ന ആ വൈ. ഓക്കെ, അപ്പോൾ ഏതാണ്? നമ്മുടെ സിംഗിൾട്ടൺ എക്സ് ആണ്. ക്ലിയർ ആണോ? ഒന്നും കൂടി പറയണോ? ഒന്നും കൂടി പറയാം. അതായത് ഇൻ എ ഡിസ്ക്രീറ്റ് മെട്രിക് സ്പേസ് എക്സ് ഡി വാട്ട് ഈസ് ദ ഓപ്പൺ ബോൾ ബി ഓഫ് എക്സ് വൺ. അതായത് സെൻറ്റർ എക്സും റേഡിയസ് 1ഉം ഓക്കെ വരുന്ന ഒരു ഓപ്പൺ ബോളിൽ ഏതൊക്കെ പോയിൻറ്റ്സ് കണ്ടെയ്ൻ ചെയ്യുന്ന? സെൻറ്റർ എക്സും റേഡിയസ് എന്താണ്? 1ഉം ആണ്. അപ്പോൾ ഇതിൽ കണ്ടെയ്ൻ ചെയ്യുന്ന പോയിൻറ്റ്സ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ ബി ഓഫ് എക്സ് വൺ ഈക്വൽ ടു എന്താണ്? സെറ്റ് ഓഫ് ഓൾ സെറ്റ് ഓഫ് ഓൾ വൈ എലമെൻ്റ് ഓഫ് ക്യാപിറ്റൽ എക്സ്. ക്യാപിറ്റൽ എക്സിലെ വേറെ ഇഷ്ടം പോലെ പോയിൻറ്റ്സ് ഉണ്ടാവുമല്ലോ, സച്ച് ദാറ്റ് ആ പോയിൻറ്റ്സ് എന്ത് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം? ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഈ സെൻറ്ററും ഇല്ലേ, സെൻറ്ററും അതായത് ഈ പോയിൻറ്റും സെൻറ്ററും തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്താകണം? ലെസ് ദാൻ ആറാകണം. ആറെന്ന് വെച്ചാൽ ഇവിടെ എന്താണ്? 1 ആകണം. ഓക്കെ ആണോ? അതായത് ഇത് ലെസ് ദാൻ 1 ആകുക എന്ന് വെച്ചാൽ എന്താണ്? ഇത് ഈക്വൽ ടു 0 ആവാനുള്ള പോസിബിലിറ്റി ഉള്ളൂ. ഓക്കെ, ഇവിടെ ഈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആണെങ്കിൽ 0യും 1 ആകാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ഇവിടെ ലെസ് ദാൻ ആയതുകൊണ്ട് 0 ആകാനുള്ള പോസിബിലിറ്റി ഉള്ളൂ. അപ്പോൾ 0 ആവണമെങ്കിൽ എന്താണ്? ഈ വൈയും എക്സും എന്തായിരിക്കണം? ഈക്വൽ ആയിരിക്കണം. അപ്പോൾ ഇവിടെ കണ്ടെയ്ൻ ചെയ്യുന്ന പോയിൻ്റ് ഏതാണ്? ഉള്ളി ദ പോയിൻ്റ് ഓഫ് സെറ്റ് എക്സ്. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. എന്തായാലും ബോറടിച്ചോ? തീർന്നു. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മൾ നമ്മുടെ ഫസ്റ്റ് മൊഡ്യൂളിൻ്റെ നിങ്ങൾക്ക് എത്രയാണ് സ്കോർ കിട്ടിയെന്ന് എന്തായാലും ഉടനെ എങ്കിൽ മാത്രമാണ് നെക്സ്റ്റ് മോക്ക് ടെസ്റ്റായിട്ട് വരുള്ളൂ. ഓക്കെ, അപ്പോൾ നാളെ അതായത് നമുക്ക് ഇനിയുള്ള ദിവസങ്ങളിൽ ഈ മൊഡ്യൂളിൽ നിന്ന് വരുന്ന മോക്ക് ടെസ്റ്റുകളായിട്ട് നമുക്ക് കാണാം. ഓക്കെ, സാറ്റർഡേ സൺഡേ ക്ലാസ് വേണോ നിങ്ങൾ പറയണേ. അപ്പോൾ നെക്സ്റ്റ് വീക്കിൽ നമുക്ക് നെക്സ്റ്റ് മൊഡ്യൂള് നമുക്ക് കംപ്ലീറ്റ് ആവാം കേട്ടോ. ഓക്കെ, അപ്പോൾ മാർച്ചോടുകൂടി നമുക്ക് ടോപ്പോളജി ഏകദേശം സെറ്റാക്കാൻ പറ്റും. ഓക്കെ ആണോ? അപ്പോൾ നിങ്ങളുടെ കമൻസ് നിങ്ങൾക്ക് മനസ്സിലാകണ്ടോ? അതെന്തായാലും ഉടനെ നിങ്ങളുടെ കമൻസ് ഇത് പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ ഞാൻ നോക്കും നിങ്ങളുടെ കമൻസ് ഉണ്ടോയെന്ന്. കമൻസ് ഒന്നും ഇല്ല എങ്കിൽ എന്തായാലും ഞാൻ വീഡിയോ ഇടാൻ പോവില്ല. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്തായാലും കമൻസൊക്കെ ഇടണം. നിങ്ങൾക്ക് ക്ലാസ് മനസ്സിലാവണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഇമ്പ്രൂവ്മെൻറ്റ്സ് വേണോ, അല്ലെങ്കിൽ എങ്ങനെ പോകണം എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ എന്തായാലും പറയണം കേട്ടോ. ഓക്കെ, പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ എന്താണ് ഇത് ഷെയർ ചെയ്ത് കൊടുത്ത് അവരും പഠിക്കട്ടെ. ഓക്കെ, അപ്പോൾ നമുക്ക് നാളെ കാണാം. അപ്പോൾ താങ്ക് യു.